ചില വർഗീയ നിലപാടുകൾ ലീഗ് എടുക്കാറുണ്ട്. പക്ഷേ ലീഗിനെ വർഗീയ പാർട്ടിയിൽ പെടുത്തിയിട്ടില്ല. ആരുടേതാണ്? MV ഗോവിന്ദൻ പറയാണ്. അപ്പോൾ ഗോവിന്ദൻ്റെ പ്രസ്താവനയാണ്, ലീഗിനെ വർഗീയ പാർട്ടിയിൽ പെടുത്തിയിട്ടില്ല. ഇവനാര്? ഇവനാണോ വർഗീയവാദികൾ ആരൊക്കെയാണ്, ആരൊക്കെ വർഗീയവാദികളല്ല എന്ന് തീരുമാനിക്കുന്നത് ഇവനാണോ ഈ ഗോവിന്ദൻ? ഗോവിന്ദൻ മനസ്സിലാക്കേണ്ടത്, ഗോവിന്ദനെ പോലെയുള്ള ഒരു അവസരവാദി കണകുണ രാഷ്ട്രീയക്കാരൻ്റെ സർട്ടിഫിക്കറ്റ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതേ ഗോവിന്ദൻ ഈ പറയുന്ന ഗോവിന്ദൻ ലീഗിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. UDF നിന്ന് ലീഗിനെ പറിച്ചു മാറ്റി LDFിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ എടുത്ത പണി ആവുന്ന അത്ര പണിയും എടുത്തിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ലീഗിന് UDFിൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, പക്ഷേ UDF വിട്ട് LDFിലേക്ക് ചേക്കേറാൻ ലീഗിന് ഒരൊറ്റ കാരണം പോലുമില്ല എന്ന് തങ്ങളുടെ ആ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിച്ചതാണ് ഗോവിന്ദൻ്റെ ശ്രമങ്ങൾ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നത് എന്താണ്? ലീഗിനെ അങ്ങനെ വർഗീയ പാർട്ടിയിൽ പെടുത്തിയിട്ടില്ല. ഇവൻ ആരായി പെടുത്താനും പെടുത്താതിരിക്കാനും? ഇവൻ്റെ സ്വഭാവം പണ്ടേ അങ്ങനെയാ. ഇവൻ്റെ മാത്രമല്ല, ഇവൻ്റെ പാർട്ടിയുടെ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ ബന്ധങ്ങളും കൊണ്ടു നടന്ന ആളുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി കൂടെ ഇല്ല, അവരുടെ വോട്ട് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവരെ വർഗീയവാദികളാക്കി. പിണറായി വിജയൻ ഒരു സമയത്ത് ഹിറാ സെന്ററിന്റെ തെണ്ണ വിട്ടിട്ട് ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക്. ഹിറാ സെന്റർ തന്നെയായിരുന്നു കടത്തവും തിന്നലും തൂറലും ഒക്കെ. എന്നിട്ട് അത് വോട്ട് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവരെ വർഗീയവാദികളാക്കി. ഇപ്പം എന്താ ഗോവിന്ദനെ ഇത് പറയാൻ പ്രേരിപ്പിച്ച ഘടകം? ഇപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ലീഗ് വർഗീയവാദികളായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ലീഗിനെയും മലപ്പുറത്തെ ജനങ്ങളെയും ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴാണ് പ്രശ്നം. മാത്രമല്ല ഇന്നലെ ഇപ്പോൾ ഈ നടേശന് AN ഷംസീറിനെ വർഗീയവാദി എന്ന് വിളിച്ചു. AN ഷംസീറിനെ എന്തേ ഷംസീറിനെ വർഗീയവാദി എന്ന് വിളിക്കാൻ കാരണം? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച നേതാക്കന്മാരെന്ന് പറയുന്നത് CPMലെ ഈ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണോ? അല്ല. CPMലെ ഗോവിന്ദനും പിണറായി വിജയനൊന്നും അല്ലാത്ത അതിൻ്റെ നേരെ താഴെ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളായിട്ടുള്ള മിക്ക ആളുകളും ആ വിമർശനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആലോചിക്കണം. അപ്പോൾ അവരൊക്കെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചപ്പോൾ നടേശന് അവരെ പേരൊന്നും ഓർമ്മയില്ല, ഷംസീറിൻ്റെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. ഷംസീറിൻ്റെ പേര് മാത്രമല്ല, ഷംസീർ ഉപയോഗിച്ച വാക്കും നടേശന് ഓർമ്മയുണ്ട്. എന്താ കാരണം പേര് ഷംസീർ എന്നാ. ഞാൻ ഇന്നലെ പറഞ്ഞു, അത് പേര് വിജയരാഘവൻ എന്നല്ല, പേര് ബാലൻ എന്നല്ല, പേര് വിജയൻ എന്നല്ല, പേര് ഗോവിന്ദൻ എന്നല്ല, പേര് ഷംസീർ എന്നാണ്. അതുകൊണ്ട് തന്നെ ഷംസീർ വർഗീയവാദിയായി. മനസ്സിലായില്ലേ? ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത് ലീഗ് അങ്ങനെ ഒരു വർഗീയ പാർട്ടിയൊന്നല്ല. എടോ ഗോവിന്ദൻ, നിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഗോവിന്ദൻ പറയുന്നത് ലീഗ് പല വർഗീയ നിലപാടുകൾ ലീഗ് എടുക്കാറുണ്ട് എന്നാണ്. ഞാൻ ഗോവിന്ദനോട് ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എടോ ഗോവിന്ദ, ലീഗ് എടുത്ത വർഗീയ നിലപാട് ഒറ്റൊന്ന്, പലത് വേണ്ട, ഒരൊറ്റൊന്ന് വെക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ കണാകുണ വർത്താനം പറയാതെ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, ഒരൊറ്റ നിലപാട്, ലീഗ് എടുത്ത വർഗീയ നിലപാട് ഒരെണ്ണം പറയാൻ പറ്റുമോ? ഇനി അവകാശങ്ങൾ ചോദിക്കുന്നതാണ് വർഗീയത എന്നാണോ ഗോവിന്ദൻ പറയുന്നത്? ലീഗ് ചോദിച്ച അവകാശങ്ങൾ എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മറ്റൊരാളുടെയും അവകാശത്തിന് മേലോ അർഹതക്ക് മുകളിലോ ലീഗ് കൈകടത്തിയിട്ടില്ല. അർഹതപ്പെട്ടത് ചോദിച്ചിട്ടുണ്ട്, അർഹതപ്പെട്ടത് കിട്ടാതെ വന്നപ്പോൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അത് ഇനിയും തുടരും. അല്ലാതെ മറ്റൊരു രീതിയിലും മറ്റൊരാളുടെ
ഒരാളുടെയും അവകാശങ്ങൾക്ക് മുകളിലോ അർഹതകൾക്ക് മുകളിലോ മറ്റൊരുത്തൻ്റെ ഒരു തരി പൊന്നു പോലും ലീഗ് ചോദിച്ചിട്ടില്ല. മനസ്സിലാക്കണം. അപ്പോൾ ഗോവിന്ദന് ഇത് പറയുമ്പോൾ ഇങ്ങനെ കിടുകിടുകിട് കണ വർത്താനം പോരാ. ലീഗ് എടുത്ത ഒരു വർഗീയ നിലപാട് എന്താണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഗോവിന്ദനുണ്ട്. കാരണം ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ, ആ കസേരയിൽ ഇരിക്കുന്ന വ്യക്തി അത് പറഞ്ഞേ മതിയാകൂ അല്ലേ? പ്രസിഡന്റ് ഇല്ലാത്ത CPM സംസ്ഥാന പ്രസിഡന്റ് ആരാ? പ്രസിഡന്റ് ഇല്ലാത്ത പാർട്ടിയാ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്. അത് അവരുടെ ഒരു ഭരണഘടനയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടന ചട്ടക്കൂടിൻ്റെ ഭാഗമാണ്. അതിലൊന്നും നമുക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതെന്തിനാ പറഞ്ഞത് ചോദിച്ചാൽ സെക്രട്ടറിയാണ് നമ്പർ 1. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആരാ? പ്രസിഡൻ്റാണ് നമ്പർ 1 അല്ലേ? ഇവിടെ CPM സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാന പാർട്ടിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗോവിന്ദൻ അത്തരം ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് കാണാഗുണ വർത്താനം പറഞ്ഞാൽ പോരാ, പറയുന്നത് ആധികാരികമായിരിക്കണം. അതുകൊണ്ടാണ് ഒരൊറ്റ ചോദ്യം. ലീഗ് എടുത്ത പല വർഗീയ നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്നല്ല പറഞ്ഞേ. ലീഗ് എടുത്ത ഒരൊറ്റ വർഗീയ നിലപാട്, ഒന്ന് മതിട്ടോ, 2 വേണ്ട, 1 പറയാൻ കഴിയുമോ ഗോവിന്ദന്? അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഇന്നലെ ഇപ്പോൾ ഞാൻ വേറൊരു ചങ്ങാതി ഇന്നലെ കണ്ണൂർ പോയിട്ട്, എവിടുന്ന് ഇങ്ങ് കാവുംപുറത്തുനിന്ന് വണ്ടി കയറിയിട്ട് കണ്ണൂർ പോയിട്ട് ഓനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ലീഗ് ഓൻ പറയുന്നത് ലീഗ് വർഗീയ പാർട്ടിയാണ്, ഓൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ലീഗ് വർഗീയ പാർട്ടി എന്നല്ല. ഇപ്പോൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഇന്നലെ പറഞ്ഞതാണ്, ഒരാൾ ഇന്നലെ പറഞ്ഞതും ഒരാൾ ഇന്ന് പറഞ്ഞതുമാണ്. അപ്പോൾ കാവുംപുറത്തുള്ള മലപ്പുറത്ത് പോയിട്ട് കണ്ണൂർ പോയിട്ട് ലീഗ് വർഗീയ പാർട്ടിയാണ്. അതേ കണ്ണൂർ കഴിഞ്ഞ മാസം അന്തരിച്ച മരണപ്പെട്ടു പോയ ലീഗ് നേതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ അരപ്പൻ വർഗീയവാദിയുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? വർഗീയവാദി എന്ന് പറയുന്നത് അവൻ്റെ ഭാഷയിലാണ്. അവന് വർഗീയവാദി എന്നാ വിളിച്ചേ. ആ വർഗീയവാദിയുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ മനസ്സിലാകാത്ത കാര്യം എന്ന് പറയുന്നത് വാക്കൊന്ന്, പ്രവൃത്തി മറ്റൊന്ന്. ഇതിനേക്കാളൊക്കെ ഉപരി ഈ വാക്ക് ഒരു അടിസ്ഥാന പുലബന്ധം പോലുമില്ലാത്ത അടിസ്ഥാനരഹിതമായ കാണാക്കൂണാ വർത്താനങ്ങൾ. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറയേണ്ട വർത്താനം അങ്ങനെയാണോ? അത് ഒരു ആധികാരികമായിരിക്കണം. കാരണം എന്താ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ. ഏതെങ്കിലും താഴെക്കടയിൽ കിടക്കുന്ന ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി പറയും പോലെയുള്ള വർത്താനൊന്നും ഈ കണാക്കുണ സംസ്ഥാന സെക്രട്ടറി പറയാൻ പാടില്ല. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇനി പറയേണ്ടത് ലീഗ് പല വർഗീയ നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എടുക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ എടുത്തിട്ടുള്ളതിൽ ഒരെണ്ണം അത് സംസ്ഥാന സെക്രട്ടറി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യത സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഗോവിന്ദനുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അത് കിട്ടാതെ വരുമ്പോൾ പുളിക്കും എന്ന കൂട്ടത്തിലാകരുത് ഗോവിന്ദ ഈ രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത്. കിട്ടാത്ത മുന്തിരി പുളിക്കുക എന്ന് പറയുന്ന ആ ഒരു മേഖല, ആ ഒരു രീതിയിലായിരിക്കരുത്. വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയണം, പക്ഷെ അവിടെ അടിസ്ഥാനങ്ങളും വേണം എന്നുള്ളതാണ്. എന്തെങ്കിലും കുണു വർത്താനം പറയുന്ന പോരാ. ഇപ്പം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇത്രയും കാലം പ്രവർത്തിച്ചതും ഇനി പ്രവർത്തിക്കാൻ പോകുന്നതും വളരെ കൃത്യമായിട്ട് രാജ്യത്തെ സെക്കുലർ ഒരു അന്തരീക്ഷമുണ്ട്. അതിന് കോട്ടം തട്ടാത്ത രീതിയിൽ രാജ്യത്തെ ഭരണഘടനയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു പാർട്ടി. ഈ പാർട്ടിക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നൊരു പഞ്ചില്ല, മാസ് പോരാ എന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെയാ. ഗോവിന്ദൻ മറക്കരുത്. അപ്പം ആ ആളുകൾ കൂടെ നിൽക്കുമ്പോൾ ആ ആളുകളെ കൂടെ കൂട്ടി നടക്കുന്ന ആളുകൾ ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് എന്തെങ്കിലും ഒരു തട്ടിവിടൽ, അത് ശരിയുള്ള ഏർപ്പാടല്ല. രാഷ്ട്രീയം പറയേണ്ടതെന്നല്ല, ലീഗിനെ വിമർശിക്കുകയും വേണം. പക്ഷേ അത് യാഥാർത്ഥ്യ ബോധങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കണം. അതിനപ്പുറത്തേക്ക് ചെന്നിട്ട് ഈ കണക്കുണ
അത് ഒരു രാഷ്ട്രീയക്കാരൻ, പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലെയുള്ള ഒരു വ്യക്തിക്ക് യോജിച്ചതല്ല. അതൊക്കെ പറഞ്ഞതിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനമെല്ലാം കാണുന്നുണ്ട്, ജനമെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ കുറേ കണാകുണ വർത്താനം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാ. എന്നിട്ട് എന്തായി? പറഞ്ഞെന്നല്ലാണ്ട് ജനം വിലയിരുത്തിയത് എന്താണെന്ന് കണ്ടില്ലേ? അപ്പോൾ ഈ ജനം കഴുതകളല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഇത്തരം പച്ചയായ പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് ഗോവിന്ദൻ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ജനം മാർക്കിടും. ആ മാർക്ക് അത്ര സുഖകരമായ ഒരു മാർക്ക് ആയിരിക്കില്ല, അല്ലേ? ഇപ്പം നമ്മൾ പണ്ട് സ്കൂളിൽ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ ഒരു മാർക്ക് ടീച്ചർ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ വക അതിലൊരു കൂട്ടിച്ചേർക്കലുണ്ടാവും. ഇത് പിടിക്കപ്പെടാത്ത രീതിയിൽ കൂട്ടിച്ചേർക്കൽ, അല്ലേ? അതുപോലെ അല്ല ഇത്. ജനം മാർക്കിട്ട് കഴിഞ്ഞാൽ ഗോവിന്ദ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ആനമുട്ടയാ. ഇപ്പം ഏതുപോലെ ഇപ്പോൾ കേരളത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ വലിയ ആനമുട്ട, അതുപോലെ ആയിപ്പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ യാഥാർത്ഥ്യങ്ങൾക്കുള്ളിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുക.